രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മപ്പെടുത്തുന്നു. വനവാസത്തിന് ഒരുങ്ങിയതായിരിക്കുന്ന രാമൻ്റെ കൂടെ സീത കൂടി പോന്നോട്ടെ എന്ന് ഭഗവാൻ അനുകൂലിച്ചു. വളരെയധികം സന്തുഷ്ടയായി കണ്ണുനീരൊക്കെ തുടച്ച് സീത ആശ്വസിച്ചു. നോക്കൂ, കൊട്ടാര സുഖങ്ങളൊക്കെ പോയപ്പോഴും സീതയ്ക്ക് സന്തോഷമുണ്ടായി. രാമൻ്റെ കൂടെ പോകുന്ന വിഷമങ്ങളാണ് സ്വർഗം. രാമൻ്റെ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളാണ് സ്വർഗം. എന്ത് സുഖസൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും രാമനില്ലെങ്കിൽ ദുഃഖമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച്, പരസ്യമായിട്ട് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് ഒടുവിൽ രാമൻ സമ്മതിച്ചു. അതിനു വേണ്ട ദാനാദി കർമ്മങ്ങൾ, സ്വർണ്ണ രത്നം മുതലായിട്ടതൊക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഈ സമയത്താണ് അനുജനായിരിക്കുന്ന ലക്ഷ്മണൻ കണ്ണീരൊഴുക്കി വരികയാണ്. എന്ത് ചെയ്തറിയോ? ബാഷ്പപര്യാകുലമുഖ ശോകം സോടും അശക്നുവൻ. ദുഃഖത്തെ അടക്കാൻ കഴിയണില്ല. ഏറ്റവും അടുപ്പം സഹോദരന്മാരിൽ ലക്ഷ്മണനാണ്. രാമലക്ഷ്മണന്മാരെന്നാണ് പറയുക. എന്നിട്ടോ സീതാ ഉവാചാതിശയാം രാഘവം ച മഹാവ്രതം ഭ്രാതുച്ചരണോ ഗാഠം നിപീട്യ രഘുനന്ദന. രഘുനന്ദനായിരിക്കുന്ന ലക്ഷ്മണൻ തൻ്റെ അച്ഛന് തുല്യം സ്നേഹിക്കുന്ന ജ്യേഷ്ഠൻ്റെ കാക്കൽ അങ്ങോട്ട് നമസ്കരിച്ചു. കാലം അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. പറയൂ, ഏട്ടാ, യതി ഗന്ധം കൃതാ ബുദ്ധിർ വനം മൃഗഗജായുധം അഹം ത്വാനുഗമിഷ്യാമി വനമഗ്രേ ധനുർധര. ആന, അതുപോലെ തന്നെ മാന്, നല്ല മൃഗവും ചീത്ത മൃഗങ്ങളൊക്കെ ഉള്ള ആ കാട്ടിലേക്ക് അങ്ങ് പോവുകയാണെങ്കിൽ വില്ല് കയ്യിൽ ധരിച്ച് ഈ ലക്ഷ്മണൻ നിഴലുപോലെ അങ്ങയുടെ കൂടെ വരും. ദയവായി അതിന് എതിര് പറയരുത്. മയാ സമേതോരണ്യാനി രമ്യാണി വിചരിഷ്യസി. മനോഹരമായിട്ടുള്ള കാട്ടിൽ ജ്യേഷ്ഠനും സീതയും കൂടി യാതൊരല്ലലും കൂടാതെ വിഹരിച്ചോളൂ. ഞാൻ കാക്കാൻ ഉണ്ടാവും. ഏത് ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളെ ബാധിക്കാത്ത വിധം നോക്കൽ ഞാൻ കഴിച്ചോളാം. അതുകൊണ്ട് മറ്റത് അവിടെ ശ്രദ്ധിക്കും വേണം, ആസ്വദിക്കൽ പൂർണ്ണമാവുമോ? പേടിച്ചിട്ടിങ്ങനെ ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ പേടിയൊക്കെ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ആസ്വാദനം 100% ആക്കി തരാം ഞാൻ. പക്ഷികളാലും മൃഗങ്ങളാലും മുഖരിതമായിരിക്കുന്ന രമ്യങ്ങളായിരിക്കുന്ന കാടിൻ്റെ ഭംഗി സീതയോട് കൂടിയിട്ട് ഭവാൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനുഭവിച്ചാലും ഞാൻ വില്ലും മറ്റും എടുത്ത് കാത്തോളാം ഏട്ട. പറയണം, ഈ ലോകത്തിൽ സ്വർഗലോകമോ ദേവലോകമോ അമരത്വമോ മോക്ഷമോ ഇനി അതിലും മീതെ വല്ലതും ഉണ്ടെങ്കിൽ അതോ ഏട്ടനില്ലാണ്ട് എനിക്ക് വേണ്ട. ഏട്ടനില്ലെങ്കിൽ അമരത്വം അടക്കം ഞാൻ വലിച്ചെറിയും. കാരണം ഏട്ടനാണ് എൻ്റെ എല്ലാം എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്നെ തടയരുത്, ദയവായിട്ട് ഈ കാര്യത്തിൽ എന്നെ തടയരുത്. ഞാൻ അത് വീണ്ടും 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 ആ ലക്ഷ്മണൻ ഉണർത്തിച്ചുവെങ്കിലും സീതയുടെ കാര്യത്തിലെന്ന പോലെ രാമൻ അത് അനുവർത്തിച്ചില്ല. ഊർമിള ഇവിടെ തന്നെയാണ്. പിന്നെ വേറെയും കാരണങ്ങൾ പറയുന്നുണ്ട്. നീ ധീരനാണ് ലക്ഷ്മണ, എന്നോടുള്ള സ്നേഹവും എനിക്ക് മനസ്സിലായി. പക്ഷേ നീ വരാതെ ധർമ്മിഷ്ഠനായിക്കൊണ്ട് ധർമ്മം ആചരിച്ച് ഇവിടെ നിൽക്കുകയാണ് വേണ്ടത്. എന്താണ് കാരണം? മയാത്യസക സൗമിത്രേ ത്വയി ഗച്ഛതി തത്മനം കോ ഭരിഷ്യതി കൗസല്യാം സുമിത്രാംബ യശസ്വിനി. ആ സുമിത്രയുടെക്കും കൗസല്യയ്ക്കും പിന്നെ ആരാണുള്ളത്? എൻ്റെ അമ്മയായിരിക്കണ കൗസല്യെ ഞാനില്ലെങ്കിൽ പിന്നെ കാക്കാൻ നീയേ ഉള്ളൂ ലക്ഷ്മണ.
എനിക്ക് മറ്റതത്ര വിശ്വാസം പോരാ. ശരിയാണല്ലോ, രാമന് ഏറ്റവും വിശ്വാസം ലക്ഷ്മണനേ ഉള്ളൂ. ഭരതശത്രുഘ്നന്മാരുടെ അപ്രിയൊന്നുമില്ല, പക്ഷേ ലക്ഷ്മണൻ്റെ ഒപ്പം വരില്ല. ഉപ്പോളം വരും ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ പോലെ നീ എൻ്റെ കൂടെ വന്നാൽ മാതാവായ കൗസല്യ, സുമിത്ര, നമ്മുടെ അച്ഛൻ പുത്രദുഃഖത്താൽ നേറിക്കൊണ്ടിരിക്കുന്ന, മരണതുല്യമായിട്ട് പുത്രദുഃഖത്തെ കാണുന്ന ആ അച്ഛന് കരുത്തനായിട്ടുള്ളൊരു രക്ഷകൻ വേണം ലക്ഷ്മണ. സത്യപാശത്തിൽ കുടുങ്ങി, ഇവിടെ പറഞ്ഞത് കാമപാശത്തിൽ നിന്നാണ് കേട്ടോ, കാമപാശ പര്യസ്തോ എന്ന്. എൻ്റെ നാവുമ്പിൽ ഇപ്പോൾ സത്യം അങ്ങനെ വന്നത്. കാമപാശത്തിൽ കുടുങ്ങിയതിനെക്കാട്ടും ദശരഥൻ സത്യപാശത്തിലാണ് കുടുങ്ങിയത് എന്ന് തന്നെ പറയേണ്ടത്. ഒരു കണക്കിന് സത്യത്തിലാണല്ലോ ഇതൊക്കെ ചെയ്തത്. വെറുതെ ഇങ്ങോട്ട് കൈ പറഞ്ഞാൽ കൂട്ടാക്കുമോ? പറയൂല, കൂട്ടാക്കൂല. വരങ്ങൾ കൊടുത്തു എന്നൊരു സത്യമുണ്ട്. ആ സത്യപാശത്തിൽ, ഇവിടെ കാമപാശം, ശരിക്കും സത്യപാശം നമ്മൾ ആ സത്യപാശത്തിൽ കുടുങ്ങിയിട്ട് അച്ഛൻ ഉരുകുകയാണ് ലക്ഷ്മണ. അതുകൊണ്ട് അവർക്കൊക്കെ രക്ഷാകർത്താവായിട്ട് സുധർമാചരണം അനുഷ്ഠിച്ചുകൊണ്ട് നീ ഇവിടെ നിൽക്കണം. അല്പം ഒരു സ്വാർത്ഥബുദ്ധിയോട് കൂടിയിട്ട് കൈകേയിയുടെ പുത്രൻ രാജാവായാൽ, കൈകേയി രാജാവായ പോലെ തന്നെയാണ് അവർ നമ്മുടെ അച്ഛനെയും അമ്മയെയും ശ്രദ്ധിച്ചോളണം എന്നില്ല. അധികാരം എന്ന് പറയുന്നത് ഒരു തരം മദ്യമാണ്. തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പക്ഷഭേദപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതുകൊണ്ട് കൗസല്യയോ സുമിത്രയെയോ അച്ഛനെയോ ഈ കൈകേയി മുൻപ് ശ്രദ്ധിച്ച വിധം ശ്രദ്ധിച്ചോളണം എന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു നീ ഇവിടെ നിൽക്കണം. കാരണം വേണമല്ലോ, എന്തുകൊണ്ടാണ് നിൽക്കേണ്ടത്, അതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ആ കൗസല്യയെയോ സുമിത്രയെയോ കൈകേയി സ്വപ്നത്തിൽ പോലും ചിലപ്പോൾ സ്മരിച്ചവരെ അന്വേഷിക്കില്ല. എല്ലാ പരിചരണങ്ങളോടും പരിഗണനകളോടും കൂടി കഴിഞ്ഞ അവർ ഈ അവഗണന എങ്ങനെ സഹിക്കും? അപ്പോൾ അതിനെ ഒരു പരിധി വരേക്കും നികത്താൻ ലക്ഷ്മണ നീ ഇവിടെ ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറയുകയാണ് രാമൻ. നീ എന്നോട് ഭക്തിയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ് എന്ന് പറയുന്നു. അത് പൂർണ്ണമായി ഞാൻ സമ്മതിക്കണം എങ്കിൽ നീ ഇതാണ് ചെയ്യേണ്ടത്. ലക്ഷ്മണനെ വല്ലാണ്ട് കുഴക്കി ഈ വാക്ക്. ഏവം മയിച്ചത്തെ ഭക്തിർ ഭവിഷ്യതി സുദർശിത ധർമ്മജ്ഞ ഗുരുപൂജായാം ധർമ്മച്ചാപ്യതുലോ മകാൻ. നീ ധർമ്മജ്ഞനും എന്നിൽ ഭക്തിയുള്ളവനുമാണ് എന്ന് സമ്മതമാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നീ അനുസരിക്കണം. ലക്ഷ്മണനെ പ്രാണസങ്കടത്തിലാക്കല്ലേ. ഏട്ടനെ അനുസരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളാണ് ജന്മം മുതൽ ഇതുവരെ. അപ്പോൾ എന്നെ അനുസരിക്കാതിരുന്നാൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന് വിഷമമുണ്ട്. കൂടെ അനുഗമിക്കണം എന്നുണ്ട്. ഏട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കണമെന്നും ഉണ്ടാവും. കുറച്ചൊരു ബുദ്ധിമുട്ടിലായി. ഇപ്പം പറഞ്ഞു, ദയവായിട്ട് ഏട്ടാ അങ്ങനെ പറയരുത്. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ള മറുപടിയാണ് പറയണത് ലക്ഷ്മണൻ. ഏട്ടാ, ഒരു കാര്യമുണ്ട്, അങ്ങയുടെ തേജസ് ഈ കൊട്ടാരത്തിൽ നിന്ന് പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊരു കാര്യമാണ് പറയണത്? അങ്ങല്ലേ പോകണുള്ളൂ കാട്ടിലേക്ക്, അങ്ങയുടെ തേജസ് എവിടേക്ക് പോകാനാണ്? കിട്ടിച്ചു ലക്ഷ്മണൻ അവിടെ. ഞങ്ങളുടെയൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകണോടുകൂടി അവിടെയൊക്കെ പോവും. അങ്ങ് പോകുമ്പോൾ അങ്ങേ പോകുന്നുള്ളൂ. അങ്ങയുടെ ആ പ്രഭാവം ഇവിടെ ഉള്ളപ്പോൾ ഈ പറഞ്ഞ അവഗണനകൾ എങ്ങനെ സംഭവിക്കാനാണ്? എന്തിനാ വെറുതെ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ ചോദിക്കുക ലക്ഷ്മണൻ. ലക്ഷ്മണൻ ബുദ്ധിമാനാണ്, തൻ്റെ ഏട്ടനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണ പ്രഭാവമുള്ളവനല്ല രാമൻ. അതുകൊണ്ട് ഏട്ടൻ്റെ അല്ലേ അമ്മ കൗസല്യ, എൻ്റെ മാത്രമല്ലല്ലോ. അപ്പം അങ്ങയുടെ അച്ഛൻ, അങ്ങയുടെ ഏട്ടൻ, അങ്ങയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൗസല്യ, ഇവർ കഷ്ടപ്പെടും എന്നാണോ ഏട്ടൻ പറയണത്? ഇത് വിശ്വസിക്കാൻ മാത്രം ഞാൻ അത്ര മൂഢനല്ല. ഏട്ടൻ ഇവിടുന്ന് പോയാലും ഏട്ടൻ്റെ തേജസ്സിന് ഒരു കുറവും ഉണ്ടാവില്ല. അതിനൊക്കെ കഴിയൂലോ ഭഗവാന്, നമുക്കല്ലേ കഴിയാതില്ലോ. ആ തേജസ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ അച്ഛനും ഏട്ടനും ഒന്നും സംഭവിക്കില്ല. ആ കാരണം പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാതിരിക്കരുത്. യതി ദുഷ്ടോ നരക്ഷേത ഭരതോ രാജ്യമുത്തമം പ്രാപ്യ ദുർമനസാ വീര ഗർവേണ ച വിശേഷത തമഹം ദുർമതിം ക്രൂരം വധിഷ്യാമിന സംശയ. ഏതെങ്കിലും കാരണവശാൽ ഭരതനോ ശത്രുഘ്നനോ കൈകേയിയോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അപ്രിയം പ്രവർത്തിച്ചാൽ ചെറിയ ശിക്ഷയല്ല എന്ന് പറയണം. അവരെ ഈ ലോകത്തിൽ ഞാൻ വെച്ചേക്കില്ല. ഇപ്പം ഏട്ടൻ്റെ തേജസ്സൊക്കെ അവിടെ കിടക്കട്ടെ, അതില്ല എന്നല്ല പറയണത്.
ഞാൻ അധികമൊന്നും ആലോചിക്കില്ല, എൻ്റെ കയ്യിൽ വാളും വില്ലും വെറുതെ അല്ല ഇരിക്കണത് എന്ന് പറയണം. ഏട്ടൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ പറയണം, തൻ്റെ അമ്മയെക്കാളും. ഏട്ടൻ്റെ അമ്മയായ കൗസല്യ അല്ലെങ്കിൽ അച്ഛൻ ഇവരാരെങ്കിലും വേദനിപ്പിക്കുകയോ അവഗണിക്കുകയോ മനസ്സിന് വേദനയുണ്ടാക്കുകയോ ചെയ്താൽ, നീ ആര് തന്നെ ചെയ്താലും അവർ ജീവനോടുകൂടി ഈ ലോകത്തിലിരിക്കില്ല, ലക്ഷ്മണനാ പറയണം. പിന്നെ എന്തിനാണ് ഏട്ടാ അങ്ങ് എന്നെ കൊണ്ടുപോകാൻ വിഷമിപ്പിക്കണത്, മടിക്കണത്? അവർക്കൊന്നും യാതൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ലക്ഷ്മണനടക്കമുള്ള അനവധി ആളുകളെ കൗസല്യ തീറ്റിപ്പോറ്റും. കൗസല്യയ്ക്ക് കുറേ ഗ്രാമങ്ങളും രാജ്യങ്ങളും അധികാരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ദശരഥൻ. 3 പത്നിമാർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൗസല്യ ഒന്നുമില്ലാത്തവളല്ല. സ്വയം പോഷിപ്പിക്കാനോ മറ്റുള്ളവരെ പോറ്റാനോ ഈ രാജ്യത്തെ സംരക്ഷിക്കാനോ കൗസല്യ അമ്മ മതി. എന്തുകൊണ്ടാണ് കൗസല്യയ്ക്ക് പോരായ്മ ഉണ്ടാവുക? ലക്ഷ്മണൻ കാര്യകാരണ സഹിത ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ് പറയണത്. ഇത്രയും ഗ്രാമങ്ങൾ അച്ഛൻ കൊടുത്തിട്ടില്ലേ അമ്മയ്ക്ക്, പിന്നെ അമ്മ എങ്ങനെ കഷ്ടപ്പെടുക? എന്താ ഏട്ടൻ ഈ പറയണത്? ഇതൊക്കെ തന്നെ ഒരു രാജപത്നിയാണ്, കുറച്ച് ഒരു അധികാരം ഇല്ലാണ്ടിരിക്കുമോ? അഥവാ തിരിച്ചാണ് എങ്കിൽ കൊലച്ച വില്ലും ആ വാളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. ധനുരാധായ സശരം ഖനിത്ര പിടകാധര. കൈക്കോട്ട് കയ്യിലെടുത്ത്, ഒരു കൊട്ടയും കയ്യിലെടുത്ത്, വില്ലും കയ്യിലെടുത്ത് ഏട്ടൻ്റെ പിന്നാലെ വരാൻ എന്നെ അനുവദിക്കണം. മണ്ണൊക്കെ കളച്ചിട്ടിട്ട് ഇടാനൊക്കെ വയ്ക്കാം ഈ കൊട്ട, വല്ല പഴങ്ങൾ പറിച്ചിടാനോ ആവാലോ. ഒരു കൊട്ടയും കയ്യിലുണ്ടാവും. വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈക്കോട്ട്. ഇടയ്ക്കിടയ്ക്ക് കളച്ച് ശരിയാക്കാനും കല്ലൊക്കെ അങ്ങോട്ട് മാറ്റാനും വെട്ടാൻ വേണ്ടിയിട്ട് വാളും, കുലച്ച വില്ല്, വല്ല മൃഗങ്ങളും വന്നാൽ എതിരിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയുധധാരിയായി ഒരു കൊട്ടയുമായി അങ്ങയുടെ മുമ്പിൽ വഴി കാണിച്ചുകൊണ്ട്, വഴി മുള്ള ചെടി മുതലൊക്കെ വകഞ്ഞ് വഴി ഉണ്ടാക്കാനായിക്കൊണ്ട് ദയവായിട്ട് എന്നെ അനുവദിക്കണം. ഏട്ടന് കാട്ടിൽ വിശക്കണ സമയത്ത് കായ, മറ്റ് കനികൾ, ഫലങ്ങളൊക്കെ ഞാൻ കൊണ്ടുത്തരാം. ഏട്ടനൊന്നിനും ബുദ്ധിമുട്ടുണ്ട് പാടില്ല, ഞാൻ കൊണ്ടുത്തരാം. അതിനായിക്കൊണ്ട് എന്നെ അനുവദിക്കൂ ഏട്ടാ. എൻ്റെ ഈ ജന്മം അതിനൊക്കെ ഉള്ളതാണ്, അല്ലാണ്ട് എനിക്ക് എന്ത് ജീവിതമാണുള്ളത്? വനവാസമെങ്കിൽ വനവാസം. ആ വനവാസത്തിലെ ഏട്ടനെ സേവിച്ചു കൊണ്ട് അവിടെ കഴിച്ചു കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സീതയ്ക്കും ജ്യേഷ്ഠനുമായിക്കൊണ്ട് പർവ്വത സാനുക്കളിലോ എവിടെയും വിഹരിക്കാം. മൃഗങ്ങളിൽ നിന്നുള്ള ഭയം ഞാൻ നോക്കിക്കോളാം. അതൊന്നും ഏട്ടന് അറിയേ വേണ്ട. ഉറക്കത്തിലും ഉണർവിലും ഏട്ടന് വേണ്ടത് മുഴുവൻ ഞാൻ ചെയ്തോളാം. സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയോടുകൂടി ഉറങ്ങിയ ഉറക്കത്തിന് ദൃഢത കിട്ടില്ല, പേടി. അത് വേണ്ട, സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ, മനസ്സ് വിട്ട് ഉറങ്ങിക്കോളൂ. ഞാനില്ലേ ഇവിടെ? രാത്രി വനവാസകാലത്ത് പലപ്പോഴും ലക്ഷ്മണൻ ഉറങ്ങിയിരുന്നില്ല എന്നാണ് പറയണത്. കാവലായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഏതൊരാളാ ചെയ്യുക? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കൂ. ഉറങ്ങാതെ വില്ലും പമ്പും കയ്യിലെടുത്തിട്ട് ലക്ഷ്മണൻ നിൽക്കും, ഏട്ടൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. തറ ത്യാഗബുദ്ധിയാണെന്നർത്ഥം. അതുകൊണ്ട് ലക്ഷ്മണ, നിന്നെ ഞാൻ മനസ്സിലാക്കി. സീതയോട് ഞാൻ തോറ്റു, എന്നോടും ഞാൻ തോറ്റു. രണ്ടാളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാനിതാ അടിയറവ് പറയും. അവൻ തോറ്റുവിന് സമ്മതിച്ചിട്ടുള്ള 2 രംഗങ്ങൾ ഇതേ ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ. ആരോടെങ്കിലും തോൽക്കോ? ഇനി ഞാൻ പറയണത് നടക്കണം എന്ന് ഞാൻ പറയില്ല ലക്ഷ്മണ. ഇത്രത്തോളം ഉറപ്പിച്ചിട്ടാണെങ്കിൽ പിന്നെ നീ ഇവിടെ നിന്നിട്ട് നിനക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സീതയോട് പറഞ്ഞ പോലെ പറഞ്ഞു. ദാനാദി കാര്യങ്ങളൊക്കെ ചെയ്യൂ. പറയേണ്ട ആൾക്കാരോടൊക്കെ പറഞ്ഞോളൂ, ഞാൻ 14 കൊല്ലത്തേക്ക് പോവുകയാണോ. ആരോടൊക്കെ പറയണമോ അവരോടൊക്കെ പറഞ്ഞോളൂ. ജനകൻ ആ കൊട്ടാരത്തിൽ യാഗത്തിൽ കിട്ടിയതായിട്ടുള്ള ആവനാഴി, അതുപോലെ തന്നെ 2 വാള് അവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ്. മൂർച്ചയേറിയ 2 വെട്ടിത്തിളങ്ങുന്ന, സൂര്യനെ പോലെ തിളങ്ങുന്ന 2 വാളുകൾ ജനകൻ്റെ ആ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, രാജധാനിയിൽ നിന്ന്. അതും ആവനാഴി, അമ്പ് തീരാത്ത ആവനാഴിയും എടുത്തോളൂ. നീ പുറപ്പെട്ടോളൂ. എന്തൊക്കെ എടുക്കേണ്ടതെന്ന് പറയുകയും അതൊക്കെയാണ് അപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ വേണ്ടതല്ലാണ്ട് ബാഗും പെട്ടിയൊന്നും അല്ലല്ലോ. ആ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന 2 വാളുകളും അർത്ഥം തീരാത്തതായിട്ടുള്ള ആവനാഴികളും ലക്ഷ്മണ എടുത്തോളൂ. പറയേണ്ടവരോടൊക്കെ പറയൂ. പിന്നെയോ ദാനം മുതലായിട്ടതൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ലക്ഷ്മണൻ ഈ
ജനകരാജധാനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാളൊക്കെ വെച്ച് പൂജിച്ചിരുന്നു എന്നാണ്. ദിവ്യമായിട്ടുള്ളൊരാൾ തന്നതല്ലേ എന്നും പറഞ്ഞിട്ട് ആ പൂജിച്ചതായിട്ടുള്ള വാളും അതുപോലെ തന്നെ അസ്ത്രം തീരാത്ത ആവനാഴിയും മിനിറ്റ് വെച്ചിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു. കൊണ്ടുവരൂ എന്ന് എടുത്തോളൂ എന്ന് പറയുമ്പോഴേക്ക് ഇതാ 2 വാളും ഉണ്ട്, ആവനാഴിയുണ്ട്. രാമൻ അത്ഭുതമായി തമുവാച ആത്മവാൻ രാമപ്രീത്യ ലക്ഷ്മണമാഗതം കാലേത്തമാഗത സൗമ്യ. പറയുമ്പോഴേക്കും കൊടുന്നു അല്ലേ സൗമ്യ, നീ തന്നെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ അനിയൻ. കാലേത്തമാഗത സൗമ്യ കാംക്ഷതോ മമ ലക്ഷ്മണ. പറയേണ്ട താമസമുണ്ടോ, നീ കൊടുന്നു കഴിഞ്ഞു അല്ലേ മിടുക്ക. അംഗീകാരം കൊട്ടുകണ്ടപ്പോൾ അവിടെ കൊടുത്തു എന്ന് പറയണം കേട്ടോ. ദാനം ധാരാളമായിട്ട് ചെയ്യണം. ഞാൻ ചെയ്തു, സീത ചെയ്തു, ഇനി നീയും ദാനങ്ങൾ ചെയ്യണം. വിട്ടു പോണ സമയത്ത് ഏതായാലും നിങ്ങൾ പെട്ടെന്നൊന്നും വരില്ലല്ലോ. ദാനം ചെയ്യേണ്ടവർക്കൊക്കെ കൊടുക്കുക. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? വസിഷ്ഠപുത്രൻ ആയിട്ടുള്ള സുയജ്ഞനെ വിളിക്കൂ എന്ന് പറയണം. വസിഷ്ഠൻ പുരോഹിതനാണ്, വസിഷ്ഠൻ്റെ പുത്രനാണ് സുയജ്ഞൻ. ആ സുയജ്ഞന് ദാനം കൊടുക്കണം. അഗ്നിഹോത്രശാലയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള സുയജ്ഞൻ രാമൻ വിളിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ വേഗം വന്നു. സന്ധ്യാവന്ദനമൊക്കെ ഉണ്ടായിരുന്നു. ആ സന്ധ്യാവന്ദന സമയമായതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്തിച്ചേർന്നു. പുരോഹിതൻ്റെ പുത്രനെ വേണ്ട പോലെ ബഹുമാനത്തോടു കൂട്ടി ശ്രീരാമചന്ദ്രൻ എതിരേറ്റ് സ്വീകരിച്ചു. തമാഗതം വേദവിധം. വേദവിത്താണ്, വേദത്തെ അറിയുന്ന ആൾ. അവർക്കൊരു യോഗ്യത ഏത് കാലത്തും ഉണ്ട്. പടക്കണ്ടല്ലേ, വേദജ്ഞനാണ് കേട്ടോ. വേദെന്ന് പറഞ്ഞാൽ യഥാർത്ഥ അറിവാണ്. അറിവിന് അംഗീകാരം ഏത് കാലത്തും ഉണ്ടല്ലോ. തമാഗതം വേദവിധം പ്രാഞ്ജലി സീതയാ സഹ സുയജ്ഞം അഭിചക്രാമ രാഘവോഗ്നിമിവാർച്ചിതം. സീതയും എന്തേ ഭർത്താവ് ചെയ്ത് അതന്നെയല്ലേ സീതയും ചെയ്യുക. 2 കൂട്ടരും തൊഴുകയോടെ ആ അഗ്നിയെപ്പോലെ തേജസ് കൊണ്ട് ജ്വലിക്കുന്ന സുയജ്ഞനെ വന്ദിച്ചു എന്ന് പറയാണ്. എന്നിട്ട് എന്തെല്ലാം നൽകി? തോൾവളകൾ, അങ്കദം, രത്നങ്ങൾ, കേയൂരം, കടകം, വിലപ്പെട്ട സ്വർണ്ണരത്നങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ അണിയണതല്ലാണ്ട് പാവാടപ്പെട്ടി എന്ന് പറയില്ല. ആ പെട്ടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് സീതയ്ക്കും രാമനും. കുറച്ചൊന്നുമല്ല. ഇതൊക്കെ എന്തിനാപ്പോൾ വനവാസത്തിന് പോകുമ്പോൾ? എല്ലാം തീരാത്ത രത്നമുണ്ട്, തീരാത്ത വളകൾ, ആഭരണങ്ങളും വസ്ത്രങ്ങളും ഉണ്ട്. അതൊക്കെ എടുത്തു കൊടുത്തു. കുറച്ചൊന്നും അല്ലല്ലോ, രാജധാനിയല്ലേ, അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടേ. ശരീരത്തിൽ അണിയതിന് പുറമേയുള്ള ആഭരണങ്ങൾ അനവധി ഉണ്ട്. അതെല്ലാം എടുത്ത് ഇഷ്ടംപോലെ ദാനം ചെയ്തു എന്ന് പറയുകയാണ്. സീതയാവട്ടെ പൊന്നിൻ്റെ നൂല് പോലെ, താലിയൊക്കെ കെട്ടാനും ആവശ്യത്തിനൊക്കെ പൊന്നിൻ്റെ നൂല്, മുത്തുമാല, അരഞ്ഞാണ്, ഈ വക വസ്തുക്കൾ ഈ സുയജ്ഞൻ്റെ പത്നിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. സ്ത്രീകൾ അണിയുന്നത് സ്ത്രീകൾക്കാണല്ലോ കൊടുക്കുക. അതുകൊണ്ട് മഹാത്മാവായിട്ടുള്ള സുയജ്ഞ അങ്ങയുടെ പത്നിക്ക് ഇത് നൽകിയാലും എന്ന് പറഞ്ഞിട്ട് സീതയുടെ പൊന്നൂല്, അരഞ്ഞാണ് മുതലായിട്ടുള്ളതെല്ലാം കൊടുത്തു. വളരെ വിലപിടിച്ചതായിട്ടുള്ള കട്ടിൽ, അതിനോട് ചേർത്ത് വിരിച്ചതായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ, ഉപയോഗിച്ചതൊന്നുമല്ല, കഴുകി വൃത്തിയാക്കി അലക്കിയതും പുതിയതും ഉപയോഗിക്കാത്തതുമായ വിരികൾ, വസ്ത്രങ്ങൾ, പുതപ്പ വിരി മുതലായിട്ടതും കട്ടിലും, വളരെ വലിയൊരു കട്ടിലും ദാനം ചെയ്തു. ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കാവുകൊണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും പണ്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരില്ല എന്നാണ്. കാരണം ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. അവർ ദാനശീലരാണ്, നല്ല സ്വഭാവക്കാരാണ്. എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ്. നമ്മളുണ്ടോ ഇപ്പോൾ കൊടുക്കാൻ? അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല ദാനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ ദുർലഭമായിരിക്കണോ അത്. ഈ ദാനം നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സൽക്കർമ്മമാണെന്നാണ്. നമ്മൾ പലരും മനസ്സിലാക്കണമില്ല, പലരും ചെയ്യണമില്ല. ശരിക്കും വരാണെങ്കിൽ ഒരു ദിവസം കഴിയണതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നാണ്. എന്തെങ്കിലും ഒരു 2 ഉറുപ്യ അല്ലെങ്കിൽ 5 രൂപയാണെങ്കിലും വിരോധമൊന്നുമില്ല. വീട്ടിൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വാതിലടയ്ക്കണതിന് പകരം ഒരു 5 രൂപയുടെ കോയിനോ 2 രൂപയുടെ കോയിനോ ഒരു പിടി അരിയൊക്കെയാണ് പണ്ട് കൊടുക്കുക. അത് കൊടുത്താൽ ഒരു ദിവസത്തെ ദാനമായി നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം. ഒന്നുമില്ലാണ്ട് ഒരു ദിവസം കഴിയരുത് എന്നാണ്. സാധിക്കുമെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം. കൊടുത്തതൊക്കെ കിട്ടും എന്നാണ്. കൊടുത്തതൊക്കെ ഡെപ്പോസിറ്റാണ്. തേന തെക്തേന ഭുഞ്ചീത. ഏതൊരാൾ ഉപേക്ഷിച്ചുവോ അതുകൊണ്ടാണ് നേടുന്നത്. സ്വന്തം അനുഭവിച്ച് മൂക്കറ്റം ചാപ്പെട്ടിട്ടും സുഖം അനുഭവിച്ചിട്ടും ഒന്നും കിട്ടാനില്ല. മറ്റൊരാൾക്ക് കൊടുക്കുന്നതിലാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നേട്ടം. ത്യാഗമെന്നത് നേട്ടം, താഴ്മതാൻ അത്യുന്നതി. അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. പറച്ചിൽ മാത്രമല്ല എന്നർത്ഥം. ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്തു.
ഈ ദ്വിജപുങ്കവനായിട്ടുള്ള സുയജ്ഞന് വസിഷ്ഠപുത്രന് സ്വർണ്ണ നാണയങ്ങൾ കണക്കില്ലാതെ ദാനം ചെയ്തു എന്നാണ്. എന്തിനാണ് ദാനം ചെയ്യണത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട സുയജ്ഞൻ നല്ല അനുഗ്രഹമാണ് കൊടുക്കുന്നത്. അതൊരു സന്തോഷമില്ലേ, ആലോചിച്ചു. അത് കൊടുത്താലേ കിട്ടുള്ളൂ. അതാണ് ഇത്യുക്തസ്തകി രാമേണ സുയജ്ഞപ്രതിഗൃഹ്യതൽ രാമലക്ഷ്മണ സീതാനാം പ്രയോജാശിഷ ശിവ. എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. കാട്ടിലൊരാപത്തും കൂടാതെ നിങ്ങൾക്ക് സഞ്ചരിക്കാറാവട്ടെ. ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം തിരിച്ചു വരാൻ സാധിക്കട്ടെ. യാതൊരു കഷ്ടവും വനവാസകാലത്ത് ഉണ്ടാവില്ല. നല്ല മംഗളങ്ങൾ അവിടെ വെച്ച് ഭവിക്കാൻ കാരണമാവട്ടെ. ഈ ഒരു അനുഗ്രഹമല്ലേ മനുഷ്യന് വേണ്ടത്. ഇത് പൈസ കൊടുത്താൽ കിട്ടുമോ? അങ്ങാടി കൂടെ നടന്നാൽ കിട്ടുമോ? നമ്മുടെ കേമത്വം കൊണ്ട് കിട്ടുമോ? ഒന്നും കിട്ടില്ല. ഈ മഹത്തുക്കളുടെ ആ അനുഗ്രഹമില്ലേ, രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് നേരെ ചെയ്യുക. ആ ഒരു വാക്കുണ്ടല്ലോ, പണ്ട് അതാണ് എത്ര സ്വർണത്തിനേക്കാട്ടും രത്നത്തിനേക്കാളും മാറ്റ് കൽപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള കഷ്ടപ്പെടില്ല. ഏത് കഷ്ടത്തിൽ പോയാലും അതിനെ നിവർത്തിക്കാൻ ഒരു വഴി അവനുണ്ടാവും. അതാണ് മഹത്തുക്കളുടെ അനുഗ്രഹം ദാനം കൊണ്ട് വാങ്ങി എന്ന് പറഞ്ഞത്. അതഭ്രാതരമ അവ്യഗ്രം പ്രിയം രാമപ്രിയം ബദാ സൗമിത്രന്തമുവാചേതം ബ്രഹ്മേ ഭക്തിദശേശ്വരം. അങ്ങനെ ആ യാഗങ്ങളൊക്കെ ദാനങ്ങളൊക്കെ ധാരാളമായിട്ട് കൊടുത്തു. അങ്ങനെ പല സംഗതികളും അതിൽ വീണ്ടും പറയുന്നുണ്ട്. അതിൽ ത്രിജടൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ വലിയ ദരിദ്രനാണ്, വളരെ ദരിദ്രനാണ്. ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ സമ്പത്തും മറ്റും അറിവും ഭഗവാൻ ഒരു ദിക്കിൽ കൊടുക്കില്ല എന്നാണ്. അറിവിനോട് കൂടിയുള്ളത് അത്രേ ദാരിദ്ര്യം. ആ ദാരിദ്ര്യം അവർക്കൊരു അലങ്കാരമാണെന്നാണ്. അങ്ങനെ വരുള്ളൂ എന്നുള്ളത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല. അജ്ഞന്മാരുടെ കയ്യിലാണ് എപ്പോഴും ധനം കിട്ടുക. അല്ലാത്തവരുടെ കയ്യിൽ അട്ടിക്കാൻ പറ്റുന്നവരുടെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറയും. അങ്ങനെ സ്വർണ്ണങ്ങൾ, രത്നങ്ങൾ, വെള്ളി മുതലായിട്ടതെല്ലാം കൊടുത്ത് ഈ ത്രിജടൻ ഒന്നുമില്ലാത്തവനാണ്. അദ്ദേഹം ധാരാളം മക്കളൊക്കെ ഉണ്ട്. അവരെ വളർത്താനും പോറ്റാനും കൂടി സീതതേതേ കുടുംബിനെ കുടുംബം നോക്കി സീതത് കുടുംബേപ്യ വളരെ വിഷമിക്കുന്നവനാണ്. അപ്പം അവർ വന്ന് ഈ സമയത്ത് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ വന്നു. അതിലൊന്നൊരു കുറച്ചിലോ അങ്ങനെയൊന്നുമില്ല. ഉഞ്ചവൃത്തി എടുത്തിട്ട് താഴ്ത്ത് വീണ ധാന്യം എടുത്ത് ജീവിക്കുന്ന ആളാണ് ഈ ത്രിജടൻ. അപ്പം രാമൻ ഒരു വടി കയ്യിൽ കൊടുത്തു. ത്രിജടൻ ഇതാണ്ട് എറിഞ്ഞോളൂ, എവിടെ വരെ എത്തുമോ അതുവരെയുള്ള സ്ഥലമൊക്കെ അങ്ങേക്കാണ് എന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ഒരു വടി എറിഞ്ഞതിൽ എത്രയല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല കേട്ടോ. ഈ ത്രിജടൻ്റെ ആ കഴിവ് കാണിച്ചു കൊടുക്കാനാണ് രാമൻ ഇങ്ങനൊരു സൂത്രം അവിടെ പ്രയോഗിച്ചത്. വടി സരയൂ നദിയും കടന്നാണ് പോയി എന്നാണ്. അത്ര ദൂരത്തേക്ക് പോയിട്ട് വടി വീണു. അതൊന്ന് കാണിക്കാനാണ് രാമൻ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എത്രയേച്ചാൽ കൊടുത്താൽ പോരെ. അത്ര ശക്തിയുണ്ട് ഈ ത്രിജടൻ. അതാണ് ഈ അറിവുള്ളവർക്ക് ഉള്ളിൽ ശക്തി ഉണ്ടാവും. പുറമേക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയും സരയൂ നദി ഉൾക്കൊള്ളുന്ന ആ സ്ഥാനം മുഴുവനും കൊടുത്തു. ഈ ദാനം എന്ന് പറഞ്ഞാൽ തന്നെ സാത്വികമാവണം. ഈ ദാനത്തെ പറ്റി കുറച്ചും കൂടിയൊക്കെ പറയാനുണ്ട്. ആ ദാനങ്ങൾ പൂർത്തീകരിക്കൽ നമുക്ക് വേറൊരു ഭാഗത്തിലാവാൻ കഴിഞ്ഞിട്ടില്ല. ആരംഭിച്ചു എന്ന് വയ്ക്കുക. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതത്ര രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.